സോ ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒരു മാച്ചും കൂടി വരാൻ പോവുകയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ എതിരെ. ഹോം മാച്ചാണ്, അതായത് മറ്റന്നാൾ ശനിയാഴ്ചയാണ് ആ ഒരു മാച്ച്. സോ ഈ വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് ടോക്ക് ആയിരിക്കും. സോ ഈ ഒരു മാച്ചിനെ നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഹോം മാച്ചാണ്, അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. കാരണം നമ്മളെല്ലാവരും മാനേജ്മെൻറ്റിൻ്റെ എതിരാണ്. പോരാത്തതിന് ഇപ്പോൾ ഒരു വിവാദം കൂടി നടക്കുകയാണ്. അതായത് ലൂണ തിരിച്ചു പോയത്, ബേക്കിംഗ് ക്ലാപ്സ് അടിക്കാൻ വന്ന ടീമിൻ്റെ ഇതിൽ ലൂണ തിരിച്ചു പോയത് ഒരു വിവാദമായി ഇരിക്കുകയാണ്. ലൂണ പോയതുകൊണ്ട് മാത്രമാണ് ഇത്രയൊരു ഹൈപ്പ് അതിനായി ക്രിയേറ്റായി വന്നത്. സോ പ്രശ്നങ്ങളെല്ലാം വേഗം തന്നെ മാറട്ടെ. മാനേജ്മെൻറ്റിന് കുറച്ച് കഴിഞ്ഞ് വിവരം വന്ന് ഇപ്പോൾ ലാഗറ്ററിന് കൊണ്ടുവന്ന പോലെ തന്നെ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് വരട്ടെ. നമുക്ക് കണ്ടു തന്നെ കാണാം. അലാദി അജാരി എന്നുള്ളൊരു പ്ലെയറിനെ നമ്മൾ എന്തായാലും സൂക്ഷിക്കേണ്ട ഒരാളാണ്. സോ നമുക്ക് നോവ സദുള്ള പോലെ തന്നെയാണ് അവർക്ക് അലാദി അജാരിയും. സോ വി ഹാവ് ടു മാർക്ക് ഹിം ടൈറ്റ്ലി. എന്നാൽ മാത്രമാണ് ഈ ഒരു മാച്ച് നമുക്ക് ഒരു വിജയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ഒരു പ്ലെയറാണ് ഗില്ലർമോ. ഹീസ് ഓൾസോ ഡേഞ്ചറസ്. പ്രോപ്പർ പൊസിഷനും പിന്നെ ഏതൊരു പൊസിഷനിൽ നിന്നും ബോൾ കിട്ടിയ ഷോട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും ഈ ഒരു പ്ലെയറിനെ കുറിച്ച് നോക്കുമ്പോൾ ഡേഞ്ചർ തന്നെയാണ്. സോ നോർത്ത് ഈസ്റ്റിനെ നോക്കുകയെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 കളിയും ഡ്രോ ആണ്. കഴിഞ്ഞ കളി പഞ്ചാബിൻ്റെ എതിരെ 1-1 സമനിലയായിരുന്നു. ആ ഒരു മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്ന മലയാളി താരമായ MS ജിതിനാണ്. MS ജിതിനെയും ഇതേപോലെ തന്നെ ഇവരെ പോലെ തന്നെ പേടിക്കേണ്ട ഒരു പ്ലെയറും കൂടിയാണ്. പിന്നെ ഗോൾ കീപ്പർ ഗുർമീത് സിംഗ്. നമ്മൾ ഷോട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ കളി ഗോവയ്ക്കെതിരായിരുന്നു. ഗോ നല്ല രീതിക്ക് തന്നെ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അറ്റംപ്റ്റ്സൊക്കെ പ്രോപ്പറായി തടഞ്ഞത് ഗുർമീത് തന്നെയാണ്. സോ ഗുർമീത് ഓൾസോ ടേക്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദെയർ ടീം. സോ ഗുർമീതിന് കിട്ടാൻ പാകമല്ലാത്ത ഷോട്ട്സ് നമ്മൾ അടിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് നവോച്ച സിംഗ് ഇല്ല. കഴിഞ്ഞ കളി യെല്ലോ കാർഡ് കിട്ടി. 4 യെല്ലോ കാർഡ് കിട്ടിയ സസ്പെൻഷൻ മൂലം ഈ ഒരു മാച്ച് നമ്മുടെ നവോച്ച ഉണ്ടാവില്ല. ലഗറ്റർ ഈ ഒരു കളിയിൽ ഇറങ്ങും എന്നുള്ള റൂമേഴ്സൊക്കെയാണ് വരുന്നത്. കാരണം ടീമിൻ്റെ ഒപ്പം നാളെ തൊട്ട് ലഗറ്റർ ഉണ്ടായിരിക്കും. സ്ക്വാഡിൻ്റെ ഒപ്പമുള്ള ട്രെയിനിങ് നാളെ മുതൽ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ കേട്ട് വരുന്നത്. ഒരു കൺഫേമായ ഒരു അപ്ഡേറ്റ് അല്ല, റൂമേഴ്സ് മാത്രമാണ്. അതായത് നാളെ ടീമിൻ്റെ ഒപ്പം ചേരും എന്നുള്ളൊരു കാര്യം കൺഫേമായ ഒരു കാര്യമാണ്. സോ പ്ലേ ഓഫ് സാധ്യതകളാണല്ലേ, നമുക്ക് എന്തായാലും ഇനിയുള്ള മാച്ചസും ജയിക്കുക തന്നെ വേണം. ജയിച്ച് കയറുന്ന തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നടപ്പുറം കമൻറ്റ് ബിലോ. ഇനി എന്തായാലും മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്യുന്നുണ്ടാവുക, പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. സോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.